അതിപ്പോ ഞാൻ പറയേണ്ട ആള് ഞാനല്ല, അത് പാർട്ടിയാണ് പറയേണ്ടത്. തീർച്ചയായും അത് അങ്ങനെയാണെന്ന് തന്നെയാണ്, ഈ പറഞ്ഞ പോലെ ഒരു സാഹചര്യമാണ് തന്നെയാണ് നമ്മുടെ ഇവിടെയുള്ള പാർട്ടിക്കാരും നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ പറയുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. ആത്മഹത്യാ സാഹചര്യങ്ങളിലേക്കൊക്കെ പോവാന്ന് പറയുന്നത് തികച്ചും വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. പിന്നെ ഈ പറയുന്ന പോലെ എന്താണ് അവിടുത്തെ ഇന്റേണൽ ഇഷ്യൂ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. മറ്റു പല സാഹചര്യങ്ങളും ഉണ്ടാവുമായിരിക്കും. അപ്പൊ അത് നമുക്ക് അറിയില്ലല്ലോ. സത്യം പറഞ്ഞാൽ മുഖത്ത് കണ്ടറിയാൻ പറ്റുന്നുണ്ട് വൈഷ്ണവിയുടെ മുഖത്ത് ആ സന്തോഷമുണ്ട്. എന്തായാലും എന്ത് തോന്നി ഈ ഒരു വിജയം? തീർച്ചയായും വളരെ സന്തോഷം. ഇപ്പൊ വിജയം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടെയുള്ള സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വളരെ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. അപ്പൊ അത്രയും കോമ്പറ്റീഷൻ എന്തായാലും നന്നായിട്ട് തന്നെ നടക്കും. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നലെ വരെ നമ്മൾ അനുഭവിച്ച ഒരു മാനസിക സംഘർഷമുണ്ട്. നിങ്ങൾക്കറിയാം, സൈബർ അറ്റാക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. പക്ഷെ ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതി ആ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. അത് തന്നെ കോടതിയോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ്സ് ഉണ്ട്. ശ്രീ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം സാറായിരുന്നു കേസ് വാദിച്ചത്. പിന്നെ നമ്മുടെ മൃദുലേട്ടനുണ്ട്, പിന്നെ അഖിലേട്ടനുണ്ട്, അഖിൽ ജയസ്. അപ്പോൾ ഇവരെല്ലാവരും നമ്മളോടൊപ്പം തന്നെയുണ്ട്. പിന്നെ പാർട്ടിയാണല്ലോ എല്ലാം. ഈ പാർട്ടി നമുക്ക് എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടാക്കി തന്നിരുന്നു, എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു. നേരത്തെ തന്നെ എന്നോട് പ്രചാരണത്തിൽ ഇറങ്ങാനായി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഞാനാണ് ഇത്രയും ഇതുവരെ ഇറങ്ങാതിരുന്നത്, കാരണം എനിക്ക് മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നു മുതൽ നമ്മൾ ലൈവായി തന്നെ പ്രചാരണ രീതികളിലേക്ക് ഇറങ്ങുകയാണ്. കൃത്യമായ പ്രചാരണ രീതികളുമായി ഇന്നു മുതൽ നമ്മൾ മുന്നോട്ട് പോകും. ശക്തമേറിയ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയല്ലേ പിന്നിൽ നിന്നും തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്? അത് ഈ ഒരു CPM-ന്റെ ഒരു ചതി തന്നെയല്ലായിരുന്നു പിന്നിൽ? അല്ല, അതിപ്പോ ഞാൻ പറയേണ്ട ആള് ഞാനല്ല, അത് പാർട്ടിയാണ് പറയേണ്ടത്. തീർച്ചയായും അത് അങ്ങനെയാണെന്ന് തന്നെയാണ്, ഈ പറഞ്ഞ പോലെ ഒരു സാഹചര്യമാണ് തന്നെയാണ് നമ്മുടെ ഇവിടെയുള്ള പാർട്ടിക്കാരും നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ പറയുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. അപ്പൊ എന്താണ് ഇനി ഇവിടെ ജയിച്ചു വരുന്ന സമയത്ത് എന്താണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ആദ്യം ഉദ്ദേശിക്കുന്നത്? അല്ല, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനിപ്പോ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയുന്നതിലല്ല, ഓരോ വ്യക്തികളുടെയും ഓരോ വീടുകളിലുമുള്ള ആവശ്യം കണ്ടറിഞ്ഞ് ചെയ്യുന്നതാണ് അതിൻ്റെതായിട്ടുള്ള രീതി. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ട്. അപ്പോ അവരിലേക്ക് എത്തി, ഞാനും അവരിൽ നിന്ന് വന്നൊരാളാണ്. അപ്പോൾ അവരിലേക്ക് എത്തി അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ ശക്തമേറിയ മത്സരാർത്ഥികൾ തന്നെയാണ് ഈ മുട്ടടയിലുള്ളത്. അപ്പൊ അതിനെ എങ്ങനെ നോക്കിക്കാണും? തീർച്ചയായും, കാരണം എല്ലാവരും, ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ്. അപ്പോൾ ഒരു ശക്തമായിട്ടുള്ള ഇലക്ഷൻ കോമ്പറ്റീഷനിലേക്കായിരിക്കും നമ്മൾ എന്തായാലും പോവുക. വിജയ സാധ്യത ഇവിടെ കൽപ്പിക്കുന്നുണ്ട്. കാരണം ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സൈബർ അറ്റാക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ മറികടന്ന് വിജയ സാധ്യത എങ്ങനെ ഉറപ്പാക്കാൻ സാധിക്കും? അല്ല, വിജയ സാധ്യതയൊക്കെ പറയേണ്ടത് ഞാനല്ലോ, അത് ജനങ്ങളാണ്. ജനങ്ങൾക്ക് ആരാണോ ആപ്റ്റ് എന്ന് തോന്നുന്നത് അവര് ആ ആളുകളിലേക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കും എന്നുള്ളതാണ്. അപ്പൊ വിജയ സാധ്യത പറയാൻ ഞാൻ ആരുമല്ല. ജനങ്ങൾക്ക് എന്താണോ താല്പര്യം, അല്ലെങ്കിൽ അവർക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അവർ അതേപോലെ ചെയ്യും. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ ഇപ്പൊ തിരുമല എന്ന സ്ഥലത്ത് BJP-ന്റെ 2 നേതാക്കളാണ് മരണപ്പെട്ടത്. ഇപ്പൊ ഇന്നലെ ഒരാൾ ആനന്ദ് എന്ന് പറഞ്ഞ ഒരാൾ BJP നേതാവ് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. എങ്ങനെ അതിനെ നോക്കി കാണുന്നു? BJP-യിൽ ശരിക്കും ഒരു തിരിച്ചടി നേരിടേണ്ട ഒരു സമയം തന്നെയല്ലേ? തീർച്ചയായും, കാരണം അങ്ങനെ ഒരു ആത്മഹത്യാ സാഹചര്യങ്ങളിലേക്കൊക്കെ പോവാന്ന് പറയുന്നത് തികച്ചും വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. പിന്നെ ഈ പറയുന്ന പോലെ എന്താണ് അവിടുത്തെ ഇന്റേണൽ ഇഷ്യൂ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. മറ്റു പല സാഹചര്യങ്ങളും ഉണ്ടാവുമായിരിക്കും. അപ്പൊ അത് നമുക്ക് അറിയില്ലല്ലോ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്, നല്ലൊരു വിജയം തന്നെ ഉണ്ടാവട്ടെ ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു. Taju. വണ്ടി
അല്ല കഴിഞ്ഞായിരുന്നല്ലോ. ഹലോ